വാർത്തകൾ തുടരുന്നു. പത്രപ്രവർത്തനം എന്നത് മംഗളപത്രം തയ്യാറാക്കലല്ലെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാക്കണമെന്ന് മുതിർന്ന പത്രപ്രവർത്തകൻ VH വലപ്പാട് അഭിപ്രായപ്പെട്ടു. മുറ്റിച്ചൂർ പാലത്തിൽ വിളക്കുകൾ കത്താത്തത് സംബന്ധിച്ച് വന്ന പത്രവാർത്തയിൽ അസഹിഷ്ണുത പൂണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മാധ്യമം തൃപ്രയാർ ലേഖകനായ TS മുനീബിനെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടിക ഫെർക്ക ജേർണലിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃപ്രയാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CK ദാസൻ അധ്യക്ഷത വഹിച്ചു. ജോസ് താടിക്കാരൻ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, AJ വിൻസെന്റ്, TV സദാശിവൻ, NR രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. VG ഹരികുമാർ, MS സജീഷ്, TS മുനീബ്, VL പ്രദീപ്, KR മധു, ബിജു അഗസ്റ്റിൻ, NG ജഗത്, VS സുനിൽകുമാർ, ഷെമീർ തളിക്കുളം, സതീഷ് കല്ലയിൽ, ഷെജിൻ പുന്നപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ധനസഹായം വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ MV വിമൽകുമാർ, മെമ്പർമാരായ KP സുഗദാസ്, KV സുകുമാരൻ, സത്യഭാമ ജയപാലൻ, ശ്രീദേവി മാധവൻ, MK മോഹനൻ, C ശങ്കരനാരായണൻ, തങ്കമണി ത്രിവിക്രമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 6 പേർക്ക് 50,000 രൂപ വീതം 3 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർലമെന്റ് അംഗങ്ങൾക്കും ക്ലബ്ബ് കൺവീനർമാർക്കും വേണ്ടി ഏകദിന പ്രസംഗ പരിശീലനം നടത്തി. ഹെഡ്മാസ്റ്റർ രാജൻ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സീന ജോസഫ് അധ്യക്ഷത വഹിച്ചു. PM മോഹൻരാജ്, പ്രിൻസിപ്പാൾ PS സിനി, അഡ്വക്കേറ്റ് KR സുമേഷ്, ശശികല ശ്രീവത്സൻ, BK മണിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവർ പറയുന്ന പൊതുവായ ഒരു ആക്ഷേപം കുട്ടികൾക്ക് നോളേജ് ഉണ്ട്, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ കുട്ടികൾ പിന്നാക്കം പോകുന്നതിന് കാരണമെന്ന് പല ഡോക്ടർ D ബാബുപോളും K ജയകുമാർ IAS ഒക്കെ തന്നെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ അധ്യാപകനായ അവസരം തൊട്ട് തന്നെ ഞാനെന്റെ ക്ലാസ് മുറിയിൽ ഞാനിങ്ങനെ ഒരു സീക്വൻസ് എടുക്കാറുണ്ട്. ഒരു സമകാലിക വിഷയം കുട്ടികളോട് എഴുതി തരാൻ പറയും. നിങ്ങൾക്ക് 2 വാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എഴുതി തരാൻ പറയും. അവരെ ഓരോ വിഷയം എഴുതി തരും, ഞാൻ അത് മാറ്റി. തൃപ്രയാർ നാടക വിരുന്നിന് ബുധനാഴ്ച തിരിതെളിയുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KV രാമകൃഷ്ണൻ പ്രോഗ്രാം ഏജൻസിയുടെ 27ാമത് വാർഷികവും തൃപ്രയാർ നാടക വിരുന്നിന്റെ 17ാമത്തെ വർഷമാണ് ഈ വർഷം. നാടക വിരുന്നിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 1 വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോക് ഒക്ടോബർ 1 ഗാനമേളയാണ് അവതരിപ്പിക്കുന്ന പരിപാടി. തുടർന്ന് 13 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടക്കുന്നത്. വർഷം തോറും നൽകി വരാറുള്ള സമഗ്ര സംഭാവന നാടകത്തിന് നൽകിയിട്ടുള്ള പ്രതിഭകൾക്കുള്ള അവാർഡ് ഈ വർഷം വിതരണം ചെയ്യുന്നുണ്ട്. രാമകാര്യാട്ടിൻ്റെ പേരിൽ 10,000 രൂപയും കരിമ്പ്രം വിജയൻ്റെ സ്മരണയ്ക്ക് വേണ്ടി 25,000 രൂപയും, ഇതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കുന്നുണ്ട്. KV രാമകൃഷ്ണൻ കൾച്ചറൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെ 27ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാടക വിരുന്ന് സംഘടിപ്പിക്കുന്നത്. തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച വൈകിട്ട് 6-ന് സിനിമാ താരം ഹരിശ്രീ അശോകൻ നാടക വിരുന്നിന് തിരിതെളിയിക്കും. സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 13 ദിവസം പരിപാടികൾ അരങ്ങേറും. ഗീതാഗോപി MLA മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് കോട്ടയം സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനഗംഗയും അരങ്ങേറും. ചടങ്ങിൽ രാമു കാര്യാട്ട്, കഴിമ്പ്രം വിജയൻ സ്മാരക നാടക അവാർഡുകളുടെ സമർപ്പണവും നടക്കും. രാമു കാര്യാട്ട് അവാർഡ് 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും, കഴിമ്പ്രം വിജയൻ അവാർഡ് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ്. കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് തിരികെ നൽകി വിദ്യാർത്ഥി മാതൃകയായി. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിതിനാണ് കളഞ്ഞു കിട്ടിയ 65,000 രൂപ ഉടമയ്ക്ക് നൽകി മാതൃകയായത്. തളിക്കുളം കൈതക്കൽ സ്വദേശി ചിറ്റൂർ വീട്ടിൽ കണ്ണന്റെ മകനാണ് നിതിൻ.
നാട്ടിക ബാവു മാസ്റ്റർ റോഡിൽ നിന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് 1000-ന്റെ നോട്ടുകൾ അടങ്ങിയ 65,000 രൂപ നിതിന് കളഞ്ഞു കിട്ടിയത്. ചാമക്കാല സ്വദേശി ചട്ടിപ്പറമ്പിൽ സാബുവിന്റേതാണ് നഷ്ടപ്പെട്ട പണം. ജന്മന ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട തന്റെ 2 വയസ്സുകാരനായ മകൻ റസലിനെയും കൂട്ടി തൃശൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് സാബുവിന് തന്റെ പണം നഷ്ടമായത്. തുടർന്ന് വലപ്പാട്, വാടാനപ്പള്ളി എന്നീ സ്റ്റേഷനുകളിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ ഇതിനകം തന്നെ കളഞ്ഞു കിട്ടിയ പണം വലപ്പാട് സ്റ്റേഷനിൽ നിതിൻ ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് സ്റ്റേഷനിൽ നിന്നും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SI KJ ആന്റണിയുടെ സാന്നിധ്യത്തിൽ പണം നിതിൻ സാബുവിന് കൈമാറി. കുട്ടിയുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൽ വലപ്പാട് SI അഭിനന്ദനം രേഖപ്പെടുത്തി. വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആള് ക്ലാസ് കഴിഞ്ഞ് പോണ വഴിക്കാണ് ഒരാൾ ബൈക്കിന് പോകുന്നുണ്ട്. ആളുടെ കേസിൽ പൈസ റോഡിൽ വീഴുന്നു. ആ ബൈക്കാരനെ ട്രേസ് ചെയ്യാനോ നിർത്താനുള്ള സമയം ഉണ്ടായില്ല. ബൈക്കാരനും ബൈക്കായിട്ട് വീഴുന്നു. ആളാരെന്ന് മനസ്സിലായി. കുട്ടിയെ പൈസ കളക്ട് ചെയ്തു നേരെ സ്റ്റേഷനിൽ കൂടുന്നതാണ്. അപ്പൊ ആ പൈസ പോയ ആളാണ് സത്യത്തിന്റെ കുട്ടി 2 വയസ്സായ കുട്ടി, കേൾവി സംസാരശേഷി 12 ലക്ഷം രൂപ വരുന്ന ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ ആണ് ആ പൈസ. ആ പൈസ പോയിട്ട് ആള് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. കാരണം വാടാനപ്പള്ളിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നേ, എവിടെ പോയെന്ന് വെച്ചാൽ നിശ്ചയമില്ലായിരുന്നില്ല. അപ്പൊ ആ പൈസ വാടാനപ്പള്ളി സ്റ്റേഷനിൽ വിളിച്ച് ഇവിടേക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഇവിടെ കിട്ടിയതായിട്ട് പറഞ്ഞു. രാത്രി തന്നെ ഇദ്ദേഹത്തെ ഞാൻ കണ്ടു, ഇന്ന് കാലത്ത് വരാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി 10-15 വയസ്സ് ആവുന്നുള്ളൂ. ആ കുട്ടി അങ്ങനെ വലിയൊരു മനസ്സ് കാണിച്ച് 1 രൂപ പോയിട്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചെത്തിക്കാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ വലിയൊരു പ്രവൃത്തി ചെയ്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫാമിലിയിലെ അംഗമാണ്. എന്നാലും അതൊന്നും ആൾ പദവച്ചില്ല. കൃത്യമായിട്ട് അതിന്റെ ഉടമസ്ഥനെ എത്തിക്കാതെ മനസ്സ് കാണിച്ചു. അത് ഏറ്റവും വലിയ കാര്യമാണ്. ആളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കമായിക്കോട്ടെ. എല്ലാവിധ സഹായങ്ങളും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. കൊടുങ്ങല്ലൂർ നാളികേര ഉൽപാദക കമ്പനിയുടെ വാർഷിക പൊതുയോഗം പെരിഞ്ഞനം ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക പൊതുയോഗത്തിലാണ് നമ്മൾ നടത്തി വന്ന പ്രവർത്തനങ്ങളുടെ നേട്ടകോട്ടങ്ങൾ വിലയിരുത്തുകയും തുടർന്നുള്ള കാലങ്ങളിൽ നമ്മുടെ കമ്പനി കൂടുതൽ ലാഭകരമായി അല്ലെങ്കിൽ കൂടുതൽ ജനോപകാരപ്രദമായി അങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അജണ്ടകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വെറുമൊരു ഔപചാരികത മാത്രമാണ്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ ചുരുക്കി 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ഒരു വാർഷിക പൊതുയോഗം നടത്തേണ്ട സമയമായോ എന്നൊരു സംശയമാണ് ഞാൻ സച്ചിനോട് സൂചിപ്പിച്ചത്. കാരണം 1 വർഷം ആയി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഇപ്പോഴും കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരം പഞ്ചായത്തുമായിട്ട് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഈ കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സച്ചേട്ടൻ വന്ന് ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് എനിക്കും തോന്നിയിരുന്നില്ല. സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, കർഷകരെയാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ കേര കർഷകർ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമായിരുന്നു. അപ്പം അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വന്നു. പക്ഷെ സച്ചേട്ടനെ കാലങ്ങളായിട്ട് അറിയാവുന്നവർ എന്ന നിലയ്ക്ക് തന്നെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവരെല്ലാവരെയും ഒരു റിക്വസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളരെ തുച്ഛമായ എന്ന് വെച്ചാൽ വെറുതെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അധികം നാള് പോകൂല, പക്ഷെ ഇവരെ എന്നാൽ നിരുത്സാഹപ്പെടുത്താനും പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ തുച്ഛമായ വാടകയ്ക്കാണ് നമ്മൾ ഈ സ്ഥലം കൊടുത്തത്. അതിതാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത്. ഈ കേര കർഷകർ ഇത്രത്തോളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇത്രത്തോളം ആളുകൾ ഇവർക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പൊ ഇത്രയും ആളുകളെ മുന്നിൽ വെച്ച് പറയല്ലേ, ഞങ്ങളുടെ ചിന്ത തന്നെയായിരുന്നു. കമ്പനി ചെയർമാൻ സച്ചിദാനന്ദൻ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. AR രവീന്ദ്രൻ, പ്രൊഫസർ വഹാബ്, VK സദാനന്ദൻ, PS അഖിലേഷ്, AM യൂസഫ്, മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം പള്ളിയുടെ ശതോത്തര രജത ജൂബിലിക്ക് തുടക്കമായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കോതപ്പറമ്പ് സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ നിന്ന് ഇന്നലെ 125 ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ലോഗോ പ്രയാണം തുടങ്ങി. കോട്ടപ്പുറത്ത് മുസ്ലിസ് തീരത്തുള്ള സെന്റ് തോമസ് കപ്പേളയിൽ എത്തിച്ചേർന്ന കായിക താരങ്ങളിൽ ദേശീയ താരം ജോസ്ന ജോസഫിന് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞർ ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ ക്രൈസ്തവ വിശ്വാസ ദീപ്തി പകർന്നു. 125 അമ്മമാരും പട്ടുകളേന്തിയവരും ചേർന്ന് വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി. ദീപശിഖ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും ലോഗോ ഫാദർ ജോർജ് പാടശ്ശേരിയും സ്വീകരിച്ച് പ്രത്യേക പീഠത്തിൽ സ്ഥാപിച്ചു. ബുള്ളറ്റിൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പ്രകാശനം ചെയ്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ജീവനക്കാരും കൊടുങ്ങല്ലൂരിൽ കൂട്ടധർണ നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.